കേരള സർക്കാരിൻ്റെ ഏറ്റവും നൂതനമായ ഒരു പരിപാടിയാണ് ഓപ്പറേഷൻ തുഫാൻ, ദ നർക്കോ ഹണ്ട്. കേരളത്തെ ലഹരിയിൽ നിന്ന് മോചിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ദൗത്യമാണിത്. കഴിഞ്ഞ കുറേ കാലമായി മയക്കുമരുന്നിൻ്റെ പിടിയിൽ അകപ്പെടുന്ന യുവത്വത്തെ രക്ഷിക്കാനുള്ള ഒരു വലിയ ജനകീയ മുന്നേറ്റമാണ് ഓപ്പറേഷൻ തുഫാൻ. ഇതിലെല്ലാവരുടെയും സഹകരണം ഞാൻ തേടുകയാണ്. കേരളം ഒരു കൊളംബിയയാകാൻ പാടില്ല. കേരളത്തിലെ യുവത്വം മയക്കുമരുന്നിൻ്റെ അടിമകളാകാൻ പാടില്ല. പുകച്ചു കളയേണ്ടതല്ല നമ്മുടെ ചെറുപ്പക്കാരുടെ ജീവിതം. ജീവിതമാണ് ലഹരി എന്ന് കണ്ടുകൊണ്ട് ജീവിക്കാനും വളരാനും വികസിക്കാനും കഴിയുന്ന, സ്വപ്നങ്ങൾ നെയ്യാൻ കഴിയുന്ന ഒരു യുവത്വത്തെയാണ് നമുക്ക് വാർത്തെടുക്കേണ്ടത്. ദൗർഭാഗ്യവശാൽ ഇന്ന് കേരളം മുഴുവൻ അന്താരാഷ്ട്ര മയക്കുമരുന്ന് ലോബി പിടിമുറുക്കിയിരിക്കുകയാണ്. അവരോട് നമുക്ക് പുറത്തു പോകാൻ പറയണം. കേരളത്തിൽ നിങ്ങൾക്കിവിടെ സ്ഥാനമില്ല എന്ന് പറയണം. ഈ മയക്കുമരുന്നിൻ്റെ അടിമകളായി മാറാൻ കേരളത്തിൽ ആരുമില്ല എന്ന് നിശ്ചയദാർഢ്യത്തോടെ പറയാൻ കഴിയുന്ന ഒരു യുവതയെ വാർത്തെടുക്കുക എന്നുള്ളതാണ് ഈ ഓപ്പറേഷൻ തുഫാന്റെ ലക്ഷ്യം. ഇന്ന് 3 ഘട്ടങ്ങളാണ് ഈ പരിപാടിക്ക്, 3 ഘടകങ്ങളാണ് ഈ പരിപാടിക്കുള്ളത്. ഒന്ന്, ഓപ്പറേഷൻ സ്ട്രൈക്ക്. കേരള പോലീസ് ഊർജ്ജസ്വലമായി കേരളത്തിലുടനീളം ഈ മയക്കുമരുന്നിൻ്റെ വ്യാപാരികളെ, അല്ല, ഞാൻ അവരെ മറ്റൊരു പേരിൽ വിളിക്കാൻ ആഗ്രഹിക്കുന്നു, മരണത്തിൻ്റെ വ്യാപാരികളെ നിയമത്തിൻ്റെ മുമ്പിൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള പോലീസ് ആക്ഷൻ, അതാണ് തൂഫാൻ സ്ട്രൈക്ക്. 2, തൂഫാൻ വാരിയേഴ്സ്. നമ്മളെല്ലാവരും തൂഫാൻ വാരിയേഴ്സാണ്. ഇതിൻ്റെ ആദ്യത്തെ തൂഫാൻ വാരിയർ പ്രശസ്ത സിനിമാ നടൻ ശ്രീ മോഹൻലാൽ സ്വയം അത് ഏറ്റെടുത്തിരിക്കുന്നു എന്ന സന്തോഷ വാർത്ത കൂടി നിങ്ങളെ അറിയിക്കാൻ ഈ സന്ദർഭം ഞാൻ വിനിയോഗിക്കുകയാണ്. ഒരാളിനെയും വെറുതെ വിടില്ല. മയക്കുമരുന്ന് വിറ്റ് കാശുണ്ടാക്കുന്ന ആളുകൾ കേരളത്തിന്റെ അതിർത്തി വിട്ട് പോകണം. ശക്തമായ നടപടി ഉണ്ടാകും. നമ്മുടെ ലക്ഷ്യം മയക്കുമരുന്നില്ലാത്തൊരു കേരളമാണ്. അതിനെല്ലാവരുടെയും സഹായം തേടുന്നു. ഇതിനകത്ത് ഒരു തരത്തിലുള്ള രാഷ്ട്രീയമോ മറ്റ് വിഭാഗീയതകളോ ഇല്ല. കേരള പോലീസ് എല്ലാവരുടെയും സഹായം തേടുന്നു. അതിൽ നിങ്ങളെല്ലാവരും മുൻപന്തിയിൽ നിൽക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ 2ാം ഘട്ടം എല്ലാ സ്കൂളുകൾ, ഇന്നും നാളെയായിരുന്നു അന്തർദേശീയ ഡ്രഗ്സ് ദിനം, വിരുദ്ധ ദിനം. പക്ഷേ നാളെ മുഹറമായതുകൊണ്ട് ഇന്ന് ഈ പരിപാടി വെച്ചതാണ്. ഇന്നും നാളെയുമായി കേരളം മുഴുവൻ അന്താരാഷ്ട്ര മയക്കുമരുന്ന് വിരുദ്ധ ദിനത്തിൻ്റെ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിൽ പങ്കാളികളായിട്ടുള്ള കൊച്ചിയിലെ എൻ്റെ പ്രിയപ്പെട്ട നല്ലവരായ മുഴുവൻ ജനങ്ങൾക്കും കുട്ടികൾക്കും അധ്യാപകർക്കും ആഭ്യന്തര വകുപ്പിൻ്റെ പേരിൽ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഈ 2ാം ഘട്ടം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു. നമസ്കാരം. ജയ് ഹിന്ദ്. ഞാൻ ഒരിക്കലും മയക്കുമരുന്ന് പോലെയുള്ള ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുകയില്ലെന്നും അവയുടെ ഉൽപാദനം, വിതരണം, ഉപയോഗം എന്നിവ നിരുത്സാഹപ്പെടുത്തുമെന്നും വ്യക്തികൾക്കും കുടുംബങ്ങൾക്കും സമൂഹത്തിനും വിപത്തായ മയക്കുമരുന്ന് ഉപയോഗത്തെ തുടച്ചു നീക്കാൻ കഠിനമായി പ്രയത്നിക്കുമെന്നും കേരള സർക്കാരിൻ്റെ നേതൃത്വത്തിൽ കേരള പോലീസ് നടത്തുന്ന ഓപ്പറേഷൻ തുഫാൻ പദ്ധതിയിൽ തുഫാൻ വാരിയറായി പ്രവർത്തിക്കുമെന്നും ഞാൻ ദൃഢപ്രതിജ്ഞ ചെയ്യുന്നു. ജയ് ഹിന്ദ്, ജയ് ഹിന്ദ്, ജയ് ഹിന്ദ്.
വിത്തുകൾ പറിച്ചെറിഞ്ഞു പാഞ്ഞിടും പ്രതീക്ഷകൾക്കിടാത്തതായി നമ്മൾ മാറിടും നമുക്ക് വേണ്ട പിടിച്ച ലഹരിതൻ കുറുക്കുകൾ Ananya Ajilash, Our Ladies Girls High School. ഈ ബാഡ്ജുകൾ ധരിക്കുന്ന ഓരോ പ്രതിനിധി ശ്രീ മിഥുൻ ചിറ്റിലപ്പള്ളി, അദ്ദേഹത്തെ ഞാൻ തുഫാൻ വാരിയേഴ്സ് ബാഡ്ജ് the memento to our Honorable Minister Sri Ramesh Chennithala sir.